ഹലോ ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. കുറച്ച് ആളുകൾക്കൊക്കെ അത് ഫെമിലിയർ ആയിരിക്കും, കുറച്ച് പേർക്കത് ഫെമിലിയർ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അത് ഈ പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കുവാണെങ്കിൽ നമുക്കത് എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുവാനും, ആ ഒരു ബുക്ക് നമ്മളൊരു ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ എന്നും എന്ന പോലെ നമുക്ക് ആ ഒരു ബുക്ക് മറിച്ച് നോക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുകയും നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ കുറച്ചും കൂടെ ക്ലോസ് ആവുകയും ദൈവിക സ്നേഹത്തിൽ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് എന്നുള്ളത്. പ്രെയർ ബക്കറ്റ് ലിസ്റ്റിൻ്റെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് അതൊരു പ്രാർത്ഥന മെത്തേഡ് തന്നെയാണ് പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലൈഫിൽ ഒത്തിരി സന്തോഷം തരുന്ന ഈ പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് എല്ലാവരുടെയും ലൈഫിൻ്റെ ഭാഗമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, എന്താണ് ശരിക്കും ഒരു പ്രാർത്ഥന? ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മൾ വാചാലമായിട്ട് ചൊല്ലിപ്പോകുന്നതല്ല. റിയലായിട്ട് എന്താണ് ഒരു പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു തോട്ട്സാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളാണ്, നമ്മുടെ ഓരോ റിക്വസ്റ്റുകളാണ് ഈ പ്രാർത്ഥനയുടെ ഫോമിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രോസസ്സാണ് റിയലായിട്ട് വരുന്ന പ്രാർത്ഥന എന്നുള്ളത്. അത് നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്വപ്നങ്ങൾ, നമ്മുടെ ഓരോ ആവശ്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനയുടെ രൂപത്തിൽ നമ്മുടെ ദൈവത്തോട് ചോദിക്കുന്നു. അതാണ് ഒരു പ്രാർത്ഥന എന്നുള്ളത്. അപ്പോൾ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് പ്രാർത്ഥന, റിയലായിട്ടുള്ള ഒരു പ്രാർത്ഥന. നമുക്ക് ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഓരോ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ലൈഫിൻ്റെ ആ ഓരോ മേഖലകളനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പലതാണ്. അപ്പോൾ നമുക്കതൊരു ലിസ്റ്റുണ്ട് ഈ പ്രാർത്ഥനകൾക്ക്. ഇപ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിൽ നമുക്കൊരു ലിസ്റ്റുണ്ട്, നമ്മുടെ കരിയറിന് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിൽ നമുക്കൊരു ലിസ്റ്റുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിൽ അത് വേറൊരു ലിസ്റ്റുണ്ട്, പിന്നെ റിലേഷൻഷിപ്പിൽ പ്രാർത്ഥിക്കാനായിട്ടുള്ളത് ലിസ്റ്റുണ്ട്, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ലിസ്റ്റ്, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു ലിസ്റ്റ്, പിന്നെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ലിസ്റ്റ്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളുടെ ലിസ്റ്റ് എന്നുള്ളത് കൂടി വരികയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ആ ലിസ്റ്റ് കൂടി വരുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾ അപ്പം നമ്മൾ ചോദിക്കും. അപ്പോൾ അത് ഓരോ ദിവസവും അനുസരിച്ച് ആ പ്രാർത്ഥനകളുടെ ലിസ്റ്റും മാറിക്കൊണ്ടിരിക്കും. ഈ പ്രാർത്ഥനകളുടെ എല്ലാം കൂടെ നമ്മുടെ ഈ നിയോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ആവശ്യങ്ങൾ എല്ലാം കൂടെ ഒരു ലിസ്റ്റായിട്ട് ഒരു ബക്കറ്റിൽ നമ്മൾ പ്രേയേഴ്സായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് പ്രെയർ ബക്കറ്റ് ലിസ്റ്റ്. ഒരു കൺസെപ്റ്റാണ്. ബക്കറ്റിലോട്ട് പ്രേയേഴ്സ് ഇടുക എന്നുള്ളതല്ല. പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ മേഖലകളിലുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണ് ഈ പ്രെയർ ബക്കറ്റ് ലിസ്റ്റിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോരോ മേഖലകളിലുള്ള ഓരോരോ ലിസ്റ്റുകളായിട്ട് നമ്മൾ എടുക്കും. ഫസ്റ്റ് ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഓരോ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബം എന്ന ഒരു ടോപ്പിക്കിൽ വരുന്ന പ്രെയർ എല്ലാം കൂടെ ഒരു ലിസ്റ്റാക്കി എടുത്തു വെക്കുക. അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പുതിയ വീട് ഇല്ലാത്തവർക്ക് വീടിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ആ കുടുംബം എന്നൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുടുംബത്തിന് താഴെ തന്നെ കുറേ ലിസ്റ്റ് ഓഫ് പ്രേയേഴ്സ് വരും. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഭാര്യയും ഭർത്താവും ആയിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പിൽ തന്നെ പോകാനായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ പരസ്പരം ഐക്യത്തോടും യോജിപ്പോടും കൂടി പോകാനായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ആ ഓരോ മേഖലകളിലുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ ജോലി, കുഞ്ഞുങ്ങൾ നല്ല ഒരു സ്വഭാവത്തിലും, ഇപ്പം തന്നെ ഇന്ന് പല
നെഗറ്റീവ് ആസക്തികളും ഒക്കെയുണ്ട്. അതിലൊന്നും പെടാതെ കുഞ്ഞിനെ പരിശുദ്ധാത്മാവിൻ്റെ ആ സംരക്ഷണ വലയത്തിനുള്ളിൽ ആയിക്കൊണ്ട് അവർക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് കാവൽ മാലാഖമാരും ഒക്കെ അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ആയിരിക്കാനും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ജോലിയിലായിരിക്കുവാനും അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു സാലറിയിൽ അവർക്ക് ജോലിയിൽ കയറാനും പിന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം നൽകുന്ന ആ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാനും എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഓരോ മേഖലകളും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ആ ലിസ്റ്റ് ഇങ്ങനെ നമ്മളൊരു ടോപ്പിക് എടുക്കുക, ചെറിയൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് ഒത്തിരി ലിസ്റ്റുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഓരോ ലിസ്റ്റുകളും എടുത്ത് നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ഓരോരോ പ്രാർത്ഥന ആവശ്യങ്ങൾ, ആ ഓരോരോ ടോപ്പിക്കിൻ്റെ അടിയിൽ വരുന്ന ഓരോ പ്രാർത്ഥന ആവശ്യങ്ങളും ഒരു ലിസ്റ്റായിട്ട് എഴുതി വെക്കുന്നതാണ് ഈ പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ മെത്തേഡ്. ഇപ്പോൾ പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് നമുക്ക് ആകപ്പാട് വേണ്ടുന്നത് ഒരു കുഞ്ഞൊരു ബുക്കും ഒരു പെന്നും മാത്രം, ഒരു നോട്ട് ബുക്ക്, ചെറിയ എന്തെങ്കിലും ഒരു ഡയറി പോലത്തെ എന്തെങ്കിലുമോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ബുക്കോ നമുക്കൊരു എല്ലാം എഴുതി വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബുക്ക്, ചുമ്മാ ജസ്റ്റ് റഫ് ബുക്കല്ല, അല്ലാത്തൊരു നല്ലൊരു ബുക്ക് എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചെറിയൊരു ഒരു ഡയറി പോലത്തെ എന്തെങ്കിലും ഒരു ബുക്ക് എടുത്തു വെക്കുക. അപ്പോൾ നമ്മുടെ ഓരോരോ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളും ഈ പ്രെയർ ബക്കറ്റ് ലിസ്റ്റിൽ എഴുതി വെക്കുക. ഇപ്പം നമ്മുടെ ഓരോ ബിലീഫ് അനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ സാധാരണ മാതാവിൻ്റെ അടുത്താണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ എഴുതി വെച്ച അമ്മ മാതാവേ, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ ലൈഫിലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും വലിയ കാര്യങ്ങളും എന്തോ ആയിക്കോട്ടെ, ഓരോ ആവശ്യങ്ങളും നമുക്ക് നമ്മുടെ മാതാവിൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറയുക. അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ ഇന്ന പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയാണ്, എനിക്ക് ഇന്ന സൊല്യൂഷൻസ് വേണം എന്ന് കൃത്യമായിട്ട് പറയുക. അല്ലാതെ ജസ്റ്റ് റഫായിട്ട് പറയാതെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ പ്രെയർ നമ്മൾ എഴുതി സമർപ്പിക്കുക. പിന്നെ നമ്മൾ ഈ പ്രാർത്ഥന എഴുതുമ്പം വിശ്വാസത്തോടു കൂടി എഴുതുക. അതുപോലെ നമുക്ക് ഒരു ഉചിതമായിട്ടുള്ള ഒരു റിപ്ലൈ നമ്മുടെ ദൈവം തരും എന്ന ഉറച്ച വിശ്വാസത്തിൽ എഴുതുക. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ വേണം ഉണ്ടാവുക. എൻ്റെ ദൈവം ഇത് ഉറപ്പായിട്ട് എന്നെ സഹായിക്കും, ഇല്ലെങ്കിൽ എനിക്കിതിന് ഉറപ്പായിട്ടൊരു റിപ്ലൈ കിട്ടും എന്ന ഒരു വിശ്വാസത്തിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. പ്രാർത്ഥനകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പം നല്ലൊരു കോൺഫിഡൻസും നല്ലൊരു വിശ്വാസം വേണം. വിശ്വാസത്തിലോ ആഴത്തിൽ ഉറച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ പ്രാർത്ഥന ആവശ്യങ്ങളും എനിക്കിതെൻ്റെ ദൈവം തരും എന്ന ഉറപ്പിൽ തന്നെ ചോദിക്കാം. അതുപോലെ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ പേഴ്സണൽ പ്രേയറിൻ്റെ സമയത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുക. നന്നായിട്ട് ഒന്ന് ഹൈഡ് ചെയ്യാതെ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗൺ സൈഡ് ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന ഏരിയയിൽ ഞാൻ ഇത്ര ഡൗൺ ആണ്, അവിടെ എല്ലാം എന്നെ കറക്റ്റ് ചെയ്ത് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഓപ്പണായിട്ട് നമ്മുടെ ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ തന്നെ ഓപ്പണായിട്ട് സംസാരിക്കുക. അവിടെ ഒരു ഹൈഡ് ഒന്നും ചെയ്യാതെ ഓപ്പണായിട്ട് സംസാരിക്കുക. നമ്മുടെ ദൈവം നമ്മളെ ലിസൺ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ട്. നമ്മളെ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യാൻ വേണ്ടി കാമായിട്ടിരിക്കുകയാണ്. അപ്പം ദൈവത്തിന് പെട്ടെന്ന് തിരക്കൊന്നും ഓടിപ്പോകാനൊന്നും നമ്മൾ പറയുന്നത് എല്ലാം വ്യക്തമായിട്ട് ദൈവം കേൾക്കുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു ലിസ്റ്റ് നമ്മൾ ആ പ്രെയർ ബുക്കിൽ തന്നെ ഒന്നെങ്കിൽ ബാക്ക് സൈഡിലോട്ട് എഴുതുക. ഒരു പ്രെയർ റിക്വസ്റ്റുകൾ ഫ്രണ്ട് സൈഡിൽ എഴുതിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റുകൾ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ ഒന്നിച്ച് എഴുതുമോ, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. നമ്മുടെ ഓരോ ഏരിയ അനുസരിച്ച് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അന്ന് ദിവസം കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ബ്ലെസ്സിങ്സും, പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പേരൻസ്, ഹസ്ബൻഡ്, കുഞ്ഞുങ്ങൾ, ജീവിതം, അതുപോലെ ജോലി, അങ്ങനെ നമ്മുടെ ആ ഓരോ ഏരിയയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നന്ദിയുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ലിസ്റ്റും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് നമ്മൾ എഴുതുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, നമുക്ക് എത്രത്തോളം അനുഗ്രഹമാണ് നമ്മുടെ ദൈവം തന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാനൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് നന്നായിട്ട് സഹായിക്കും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയുന്നു, നമ്മളിങ്ങനെ ഈ പ്രെയർ ലിസ്റ്റ്
ലിസ്റ്റ് എഴുതി വെച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മളത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ മറിച്ച് ആ പേജുകളൊക്കെ മറിച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ ജസ്റ്റ് വണ്ടറടിക്കും. നമ്മൾ എന്താ പറയുക, ഇത്രമാത്രം അനുഗ്രഹം എൻ്റെ ദൈവം എനിക്ക് തന്നല്ലോ എന്നോർക്കുമ്പം നമുക്ക് തന്നെ ഒത്തിരി സന്തോഷം തരുന്ന ഒരു മൊമെൻ്റായിരിക്കും അത്. ആ ബുക്കുകൾ ഞാൻ തന്നെ എനിക്കിങ്ങനെ ഒരു എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൻ്റെ ഒരു ബുക്ക്, ഈ പ്രെയർ റിക്വസ്റ്റുകളൊക്കെ എഴുതുന്ന ഒരു ബുക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 1 മന്തൊക്കെ 2 മന്ത്സൊക്കെ കഴിഞ്ഞിട്ട് ആ ഓരോ പ്രാർത്ഥനയുടെ ആവശ്യം പോലെ ഇരിക്കും. എഴുതി മറിച്ച് നോക്കുമ്പോൾ അന്ന് ഞാൻ ഈ ഒരു കാര്യം പ്രാർത്ഥിച്ച് അതെനിക്ക് തന്നല്ലോ. പിന്നെ ഞാനിപ്പോൾ ആ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിച്ചു കഴിയുമ്പം അതിൻ്റെ താഴെ ഒരു താങ്ക് യു നോട്ടും കൂടി എഴുതും. എനിക്ക് ആവശ്യം സാധിച്ചു തന്നതിന് അമ്മ മാതാവേ അങ്ങേക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു താങ്ക് യു നോട്ടും കൂടി എഴുതും. പിന്നെ ചില പ്രാർത്ഥനകൾക്കാണെങ്കിൽ ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു കൊന്ത കൂടി ഞാൻ ഇന്ന ആവശ്യത്തിന് ഒരു കൊന്ത കൂടി ചൊല്ലി സമർപ്പിച്ചോളാമേ എന്നുകൂടെ ഒരു നോട്ട് പോലെ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പോൾ നിങ്ങളുടെ ഉചിതമനുസരിച്ച് ചെയ്യുക. ഇങ്ങനൊരു പ്രെയർ ബക്കറ്റ് ലിസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത് അതൊരു അസറ്റായിരിക്കും. അപ്പം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അമ്മ മാതാവ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ആ ഒരു ബിലീഫ് അനുസരിച്ചിട്ടുള്ള ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ദൈവം സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.